യേശുവിൻ നാമം ശാശ്വതനാമം, ക്ലേശമശേഷവും നീക്കും നാമം. വിശ്വസിക്കുന്നവർ ആശ്രയിക്കുന്നതും ആനന്ദിക്കുന്നതും ആശ്വസിക്കുന്നതുമായ നാമം അനുദിനം പുകഴ്ത്തുക നാം, അനുദിനം പുകഴ്ത്തുക നാം. ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ഡേവിഡ് പി ഐസക്, ഗുജറാത്ത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രഭാത വന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുന്നതായ ഈ സുപ്രഭാതത്തിൽ ഒരു ആരാധന ചിന്ത നിങ്ങളോട് ചേർന്ന് പങ്കുവയ്ക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി ലേവ്യ പുസ്തകം 13-14 അധ്യായത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ചിന്ത നിങ്ങളോട് ചേർന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. 14 ഒന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിൽ അവനെ സംബന്ധിച്ചുള്ള പ്രമാണമാവിത്. അവനെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ പാളയത്തിന് പുറത്ത് ചെല്ലണം. കുഷ്ഠരോഗിയുടെ കുഷ്ഠം സുഖമായെന്ന് പുരോഹിതൻ കണ്ടാൽ ശുദ്ധീകരണം കഴിയുന്നതിനു വേണ്ടി ജീവനും ശുദ്ധിയുമുള്ള 2 പക്ഷി, ദേവദാര്, ചുവപ്പ് നൂല്, ഈസോപ്പ് എന്നിവയെ കൊണ്ടുവരുവാൻ കൽപ്പിക്കണം. പുരോഹിതൻ ഒരു പക്ഷിയെ ഒരു മൺപാത്രത്തിൽ ഉറവ് വെള്ളത്തിന്മേൽ അറുക്കുവാൻ കൽപ്പിക്കുകയാണ്. ജീവനുള്ള പക്ഷി, ദേവദാരു, ചുവപ്പ് നൂല്, ഈസോപ്പ് എന്നിവയെ അവനെടുത്ത് ഇവയെയും ജീവനുള്ള പക്ഷിയെയും ഉറവുവെള്ളത്തിന്മീതെ അറുത്ത് പക്ഷിയുടെ രക്തത്തിൽ മുക്കി കുഷ്ഠശുദ്ധീകരണം കഴിയാനുള്ളവൻ്റെ മേൽ 7 പ്രാവശ്യം തളിച്ച് അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കുകയും ജീവനുള്ള പക്ഷിയെ വെളിയിൽ വിടുകയും വേണം. ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം എന്നുള്ളതാണ്. സാത്താനിൽ ആരംഭിച്ച് ആദാമിൽ കടന്ന് ലോകത്തിൽ പരന്ന് മരണത്താൽ വാഴുന്നതാണ് പാപം എന്ന് പറയുന്നത്. റോമാലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ് അതിന് ആധാരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ ഇങ്ങനെ പരന്നിരിക്കുന്നു അല്ലെങ്കിൽ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് പാപം എന്ന് പറയുന്നത് എന്തുമാത്രം അറപ്പും വെറുപ്പും അപകടകാരിയുമാണെന്ന് കാണിപ്പാൻ ദൈവം അനവധി ദൃഷ്ടാന്തങ്ങൾ തൻ്റെ വചനത്തിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു സാദൃശ്യം കൊണ്ട് പാപത്തിൻ്റെ എല്ലാ ദുഷ്ടവശങ്ങളും വെളിപ്പെടുത്തുവാൻ കഴിയാത്തതുകൊണ്ട് അത് എനിക്ക് മനസ്സിലായില്ല എന്ന് ഒരു മനുഷ്യൻ പോലും പറയാൻ ഇടയാകരുതെന്ന് കരുതിയാണ് അനവധി ദൃഷ്ടാന്തങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് പാപത്തിൻ്റെ ശാപത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ദൈവകൃപയുടെ ആ രക്ഷാവളപ്പിലേക്ക് ഓടി രക്ഷപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പാപം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മനുഷ്യൻ ശാപത്തിലേക്കും ശാപം മരണത്തിലേക്കും എന്ത് ചെയ്യുന്നു, അത് മാറുന്നതുകൊണ്ട് ആ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഏക മാർഗം യേശുവിലേക്ക് അടുത്തു വരിക എന്നുള്ളതാണ്. പാപം ഒരു മഹാകെണിയാണ്. വേദപുസ്തകവും ചരിത്ര സംഭവങ്ങളും അതിന് സപ്പോർട്ട് നൽകുന്നുണ്ട്. അതുകൊണ്ട് പാപം ചെയ്യുന്നതും അതുപോലെ തന്നെ കടം വാങ്ങുന്നതും ഏത് മഹാത്മാക്കളെ പോലും നാശത്തിലേക്ക് തള്ളിവിടുന്ന 2 കാര്യങ്ങളാണെന്ന് അത് ഒരിക്കലൊരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണം എത്ര എന്ന് വായിക്കുന്നു. ഇവിടെ ആദാമിൽ എല്ലാവരും പാപികളും ശിക്ഷായോഗ്യരുമാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തു സകല മനുഷ്യരുടെയും പാപമോചനത്തിനായി മഹാസ്ഥാനത്യാഗം ചെയ്യുകയും തൻ്റെ ക്രൂശ് മരണം മുഖാന്തരം എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് പ്രാപിക്കുകയും കഴിഞ്ഞിരിക്കുകയാൽ അതിൻ്റെ വില ഏറ്റവും വിലയേറിയതൊന്നു തന്നെയാണ്. ഏറ്റവും വിലയുള്ള രക്തം തന്നാണ് വിലയേറിയ മനുഷ്യനെ വീണ്ടെടുത്തത്. കാരണം ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മനുഷ്യനാണ്. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഈ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ വില തന്നെ ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ട് വന്നു. അത് തൻ്റെ പുത്രൻ്റെ ചങ്കിലെ രക്തമാണ്
എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അവൻ്റെ വിലയേറിയ രക്തച്ചൊരിച്ചിലിൽ വിശ്വസിക്കുകയും അംഗീകരിച്ച് പറയുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന നിത്യരക്ഷയുടെ അനവധി നിഴലുകളിൽ ഒന്ന് മാത്രമാണ് ഈ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം എന്ന് പറയുന്നത്. ഒരു കുഷ്ഠരോഗിയുടെ പരിതാപകരമായ സ്ഥിതി നോക്കുക. അവൻ തൻ്റെ വസ്ത്രം കീറിക്കളയണം, തല മൂടാതിരിക്കുകയും അതിരം മൂടുകയും വേണം. അശുദ്ധനെന്ന് രാപകൽ വിളിച്ചു പറയുകയും വിശുദ്ധ സാധനങ്ങൾ ഒന്നും തൊടാതെ പാളയത്തിന് പുറത്ത് തനിച്ചു പാർക്കുകയും ചെയ്യണം. അതാണ് ലേവ്യ 13:45-46 വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പം ദൈവനാമം വായിൽ എടുക്കുവാനോ ദൈവത്തോടും ദൈവജനത്തോടും കൂട്ടായ്മ പുലർത്തുവാനോ വിശുദ്ധ കാര്യങ്ങൾ ചെയ്യുവാനോ ഒരു പാപിക്കും അനുവാദമില്ല. ഇവയെല്ലാം പാപമോചനം പ്രാപിച്ച ദൈവമക്കൾ ഒറ്റയ്ക്കും കൂട്ടമായും ചെയ്യേണ്ട വിശിഷ്ട കാര്യങ്ങൾ അത്രേ. അതുകൊണ്ട് പാപത്തിൻ്റെ ഈ ഭീകര ഫലത്തെ ഓർപ്പിക്കുന്ന ചില ദൃഷ്ടാന്തങ്ങളാണ് വിശുദ്ധ ബൈബിളിലുള്ളത്. പാപം ഒരു പാപ പകർച്ചയാണെന്ന് നാം മനസ്സിലാക്കണം. അതാണ് റോമർ 5:12. പാപി കത്തുന്ന തീയിൽ കിടക്കുന്നവനാണെന്ന് യൂദ 23 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് മരണത്തിൻ്റെ വിഷമുള്ളാണെന്ന് പൗലൂസ് 1 കൊരിന്ത്യർ 15:56 പറയുന്നുണ്ട്. ആദ്യം പാല് കൊടുത്ത് ഉറക്കുകയും പിന്നെ ചുറ്റിക കൊണ്ട് സീസരയുടെ തലയ്ക്കടിച്ച് കൊല്ലുകയും ചെയ്യുന്ന ഇസ്രായേലിനെ പോലെയാണ് പാപമെന്ന് പറയാം. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 21 ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, പാപം ഒരു സർപ്പം പോലെയാണ്. സദൃശവാക്യം 23:32 വായിച്ചാൽ അറിയാം. അതുകൊണ്ട് പാപം ഒരു സർപ്പമാണ്. അതെപ്പോഴാണ് കുത്തി നമ്മളെ മലർത്തുന്ന അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പാലും പഴവും മുട്ടയും ഒക്കെ കൊടുത്ത് പാമ്പിനെ വളർത്തിയാലും ഒരു ദിവസം എന്ത് ചെയ്തു, പാമ്പ് നമ്മളെ തിരിഞ്ഞു കുത്തി നമ്മൾ മരണത്തിന് വിധേയമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിവസത്തിൽ പുരോഹിതൻ എന്ത് ചെയ്യണം? പാളയത്തിന് പുറത്ത് ചെല്ലണം എന്നാണ് നമ്മൾ 14-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. കാരണം കുഷ്ഠരോഗിയുടെ പാർപ്പണം പാളയത്തിന് പുറത്താണല്ലോ. നമ്മുടെ രക്ഷിതാവ് പാപിയുടെ പാർപ്പിടമായ ഭൂമിയിലേക്ക് കടന്നു വന്നതിൻ്റെ ഒരു ചിത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് കുഷ്ഠരോഗി ചെയ്യേണ്ട കാര്യം ജീവനുള്ള 2 പക്ഷി, ദേവദാരു, ചുവപ്പ് നൂല്, ഈസോപ്പ് എന്നീ വസ്തുക്കളുമായി പുരോഹിതൻ്റെ അടുത്തേക്ക് വരണം. അവ 4ഉം സർവ്വ സൃഷ്ടികളുടെയും പ്രാതിനിധ്യം വഹിക്കുന്നതാണ്. ഒന്നാം മനുഷ്യൻ്റെ പാപനിമിത്തം ഇവയെല്ലാം ശാപത്തിന് കീഴായി പോയി. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവം ആദാമിനോട് പറഞ്ഞു. ഇങ്ങനെ ഏകമനുഷ്യൻ്റെ ലംഘനം നിമിത്തം ശാപത്തിന് കീഴായി പോയ സർവ്വ സൃഷ്ടികളും വീണ്ടെടുപ്പിനായി ഈറ്റിനോടെ കാത്തിരിക്കുകയാണ് എന്നാണ് റോമാലേഖനം 8:18 വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ഒരു പക്ഷി അറുക്കപ്പെടുകയും അതിൻ്റെ രക്തം ഉറവെള്ളത്തിൽ കലർത്തുകയും ജീവനുള്ള മറ്റേ പക്ഷി, ദേവദാരു, ചുവപ്പ് നൂല്, ഈസോപ്പ് എന്നിവയെ പ്രസ്തുത രക്തം കലർന്ന ഉറവെള്ളത്തിൽ മുക്കി ശുദ്ധീകരണം പ്രാപിക്കേണ്ടവരെ 7 പ്രാവശ്യം തളിക്കുകയും ചെയ്യണം. അതാണ് ശുദ്ധീകരണ കർമ്മം. ജീവനുള്ള മറ്റേ പക്ഷിയെ വാനവിരവിലേക്ക് വിടുകയും വേണം. പാപപരിഹാരത്തിനായി അറുക്കപ്പെടുകയും പാപം ദൂരെ അകറ്റുകയും ചെയ്യുന്നതിന് നിഴലായി ഒരു പക്ഷി മാത്രം പോരാ, 2 പക്ഷി തന്നെ വേണം. അതാണ് ഇവിടെ കാണുന്നത്. ലേവ്യ 16 ജയകാര്യത്തിനായി 2 കോലാട്ടുകൊറ്റനെ ഉപയോഗിക്കുന്നതായി കാണുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും മൂലം ഈ 2 കാര്യങ്ങളും തന്നിൽ തന്നെ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നത് കാണാൻ കഴിയും. ജീവനുള്ള പക്ഷിയെ അറുക്കപ്പെട്ട പക്ഷിയുടെ രക്തം കലർന്ന ഉറവെള്ളത്തിന് മുക്കി ശുദ്ധീകരണം പ്രാപിക്കേണ്ട മേൽ 7 പ്രാവശ്യം തളിക്കണം. ഇത് യേശുവിൻ്റെ രക്തച്ചൊരിച്ചിലിനാൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ശുദ്ധീകരണത്തിന് നിഴലത്രേ. പ്രിയപ്പെട്ടവരെ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു വായിക്കുന്നു. ആകയാൽ നമുക്ക് അവൻ്റെ പുത്രനിലൂടെയുള്ള ആ രക്ഷ പ്രാപിച്ചതുകൊണ്ട് നമുക്കവനെ സ്തുതിക്കാം, നമുക്കവനെ ആരാധിക്കാം. ഈ രാവിലെ ആ ശുദ്ധീകരണം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശു കർത്താവുമായിട്ട് ബന്ധപ്പെടുക. അവൻ നിങ്ങളുടെ പാപത്തിന് പരിഹാരം തരും, നിങ്ങളെ ദൈവമക്കളാക്കി തീർക്കും, ന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ കഴിയും, നിങ്ങൾക്ക് കർത്താവിനെ ആരാധിക്കാൻ കഴിയും. അതാണ് ഈ വലിയ സത്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം ഈ സന്ദേശം മുഖാന്തരം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിരുനാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.